കോൺഗ്രസ് പുറത്താക്കിയ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കുടത്തിലുമായി കൂടിക്കാഴ്ച നടത്തി പാലക്കാട് എം.പി വി.കെ. ശ്രീകണ്ഠൻ. രാഹുൽ മാങ്കുടത്തിലിന്റെ വീടിന് സമീപമുള്ള അടൂരിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ഇരുവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന്റെയും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. ദീർഘനേരം സംസാരിച്ച ശേഷമാണ് രാഹുൽ മാങ്കുടത്തിൽ മടങ്ങിയത്. എം.എൽ.എ ബോർഡ് മറച്ചുവെച്ച വാഹനത്തിലാണ് രാഹുൽ മാങ്കുടത്തിൽ ഹോട്ടലിലെത്തിയത്. അവിചാരിതമായി കണ്ടതാണെന്നാണ് ഇരുവരുടെയും വിശദീകരണം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്ന പുതുയുഗ യാത്രയിലെ സ്ഥിരം ജാഥാംഗമാണ് വി.കെ. ശ്രീകണ്ഠൻ. ഇന്നലെയാണ് ജാഥ പത്തനംതിട്ട പിന്നിട്ട് കൊല്ലത്തേക്ക് കടന്നത്. അതിനിടയിലാണ് വി.കെ. ശ്രീകണ്ഠനും മാങ്കുടത്തിലുമായുള്ള കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിലും പാലക്കാട് എം.പി വി.കെ. ശ്രീകണ്ഠനുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എം.എൽ.എ ബോർഡ് മറച്ചു വെച്ചൊക്കെയാണ് ഉള്ള വാഹനത്തിലാണ് രാഹുൽ മാങ്കുടത്തിൽ യാത്ര ചെയ്തത് എന്നൊരു വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്ഥിരാംഗം കൂടിയാണ് വി.കെ. ശ്രീകണ്ഠൻ എം.പി. അദ്ദേഹം കഴിഞ്ഞ ദിവസം അടൂരിൽ തന്നെ ഒരു സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിരുന്നു. അത് ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടിയാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വി.കെ. ശ്രീകണ്ഠനെ കാണുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത്. എം.എൽ.എ എന്നുള്ള ബോർഡ് മറച്ചതിന് ശേഷമായിരുന്നു ഈ ഹോട്ടലിൽ എത്തിയത്. കൂടിക്കാഴ്ച ഏകദേശം 45 മിനിറ്റോളം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇതുവരെയായും പുറത്തു വരുന്നത്. രണ്ടുപേരും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം വി.കെ. ശ്രീകണ്ഠൻ ഇതുമായി അടുത്ത ആളുകളുമായി പറഞ്ഞ കാര്യം, താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് കാണുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത് ഇത്തരത്തിലുള്ള വാക്കുകളാണ്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ നീളുന്നു എന്ന് പറയേണ്ടി വരും. കാരണം പത്തനംതിട്ടയിലെ ജില്ലാ നേതാക്കളുമായി ഒരു വിധത്തിലെ ബന്ധവും സ്ഥാപിക്കാതെ ഇപ്പോഴും വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വലിയ തരത്തിൽ ഉയരുകയും അത് മാത്രവുമല്ല കേസിൽ ഉൾപ്പെടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ വി.കെ. ശ്രീകണ്ഠൻ എം.പി, കാരണം അദ്ദേഹം നേരത്തെ പാലക്കാട് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, അങ്ങനെയുള്ള വി.കെ. ശ്രീകണ്ഠൻ ജാഥയോടൊപ്പം വരികയും ഏകദേശം 10:30 തന്നെ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം. ഇതിൽ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ പാലക്കാട് എത്തുകയോ അല്ലെങ്കിൽ പാലക്കാട്ടെ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുകുകയോ ഒന്നും ചെയ്യുന്നില്ല. തൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ നടത്തുന്നതും ഇല്ല. പക്ഷേ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച, പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു എം.എൽ.എ, ആ എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് ഇങ്ങനെ വി.കെ. ശ്രീകണ്ഠനുമായ ഒരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയത്? കാരണം ആ കൂടിക്കാഴ്ചയുടെ ദൈർഘ്യം തന്നെ ഏകദേശം 45 മിനിറ്റോളം നീണ്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് ജാഥയോടൊപ്പം കൊല്ലം ജില്ലയിലേക്ക് വി.കെ. ശ്രീകണ്ഠനും പ്രവേശിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത് കാത്തിരുന്നതിന് ശേഷമുള്ളൊരു കൂടിക്കാഴ്ചയാണോ എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇത്തവണ അവിടേക്ക് അല്ലെങ്കിൽ പാലക്കാടേക്ക് പരിഗണിക്കുന്നില്ല, പൂർണ്ണമായും ഒഴിവാക്കി നിർത്തിയിരിക്കുന്നതാണ്. പകരം ഒരാളിനെ അവിടെ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ്, പാലക്കാട് മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. CPM-ൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏകദേശം ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഡോക്ടർ സരിൻ തന്നെ അവിടെ മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ തന്നെയും ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച, ഒരു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില അവസാന ഘട്ടത്തിലേക്ക് ചില കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒന്ന് രണ്ട് കേസുകളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരിക്കുന്നു. ചില തെളിവുകളുടെ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച. പ്രത്യേകിച്ചും അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവാണ്, പാലക്കാടുള്ള നേതാവാണ്. പ്രശ്നങ്ങളൊക്കെ സങ്കീർണമായ സമയത്ത് പാലക്കാട് ഇടപെടലുകൾ നടത്താതെ മാറി നിൽക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് വി.കെ. ശ്രീകണ്ഠൻ. പക്ഷേ എന്തിനാണ് വി.കെ. ശ്രീകണ്ഠനും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇത്തരത്തിലൊരു 45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നൊരു കൂടിക്കാഴ്ച? അത് രാഷ്ട്രീയപരമായി തന്നെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഭരണപക്ഷത്തു നിന്ന് അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ ഈ വിഷയങ്ങൾ ഉയർത്തിക്കാണിക്കുമെന്നുള്ളതും ഉയർത്തിക്കാണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചർച്ചയാക്കി മാറ്റുക, പ്രത്യേകിച്ചും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചയും വലിയ തരത്തിൽ ചർച്ചയായി മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ശരി, വ്യക്തമാണ്. കോൺഗ്രസ് പുറത്താക്കിയ പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കുടത്തിലുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പാലക്കാട് എം.പി വി.കെ. ശ്രീകണ്ഠൻ. രാഹുലിൻ്റെ മാങ്കുടത്തിൻ്റെ വീടിനടുത്തുള്ള
ഹോട്ടൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.